പ്രിയരെ, ചാണക്യ ദർശനത്തിന്റെ ഒരധ്യായത്തിലേക്ക് സ്വാഗതം. ഏറ്റവും നല്ല സ്നേഹബന്ധം സമാന ജോലിക്കാർ തമ്മിലാണ്. ഏറ്റവും നല്ല സേവനം രാജാവിന്റെ കീഴിലാണ്. ഏറ്റവും നല്ല തൊഴിൽ വ്യാപാരമാണ്. ഗൃഹസൗഖ്യത്തിന് ഏറ്റവും അത്യാവശ്യം ഭാര്യയാണ്. ചാണക്യന്റെ വാക്കുകളാണിത്. ഈ വാക്കുകളുടെ അർത്ഥമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. സമാന ജോലിക്കാർ തമ്മിൽ ചിരസ്ഥായിയായ സ്നേഹബന്ധം ഉണ്ടാകൂ. അല്ലാതെ സ്നേഹബന്ധങ്ങൾ ഉണ്ടായാൽ അത് ദീർഘകാലം നിലനിൽക്കില്ല. വിഭിന്ന ജോലിയോ വിഭിന്ന സ്വഭാവമോ ഉള്ളവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വളരെ എളുപ്പമാണ്. ഈ പറഞ്ഞ പോലെ ശാശ്വതമായതോ സംതൃപ്തി നൽകുന്നതോ ആയ സേവനം രാജാവിന്റെ കീഴിൽ മാത്രമാണ് ലഭിക്കുക. രാജാവ് ഒരു വ്യക്തിയല്ല, ഒരു സ്ഥാപനമാണെന്ന് മറക്കാതിരിക്കുക. വർത്തമാനകാലത്ത് രാജാവ് എന്ന സങ്കല്പം മാത്രമാണ് ഉള്ളത്. ഈ കാലഘട്ടത്തിൽ അതൊരു ഓഫീസോ ഒരു സ്ഥാപനമോ ആയിരിക്കാം. രാജാവിൻ്റെ സ്ഥാനത്ത് അതിൻ്റെ ഉടമയോ മാനേജറോ ആയിരിക്കാം. മുഴുവൻ പ്രജകളെയും സംരക്ഷിക്കാൻ കഴിയുന്നതാണ് രാജാവ്. രാജാവിന് സേവകന്മാർക്കാകട്ടെ രാജാവിൻ്റെ മുമ്പിൽ സ്വാതന്ത്ര്യം കൂടുകയും ചെയ്യും. അതായത് ഒരു സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് അവരുടെ യജമാനനോട് അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥനോട് രാജാവിനോട് ഉള്ളതുപോലെയുള്ള ബഹുമാനം ഉണ്ടാകും. കച്ചവടമാണ് ഏറ്റവും നല്ല തൊഴിൽ എന്നാണ് ചാണക്യൻ പറഞ്ഞു വെക്കുന്നത്. കച്ചവടം എന്ന കർമ്മം തന്നെ പല ഘടകങ്ങളും അന്തർഭവിച്ചതാണ്. ഒരിടത്തു നിന്ന് ആവശ്യമില്ലാത്തവ എടുത്തു മാറ്റുന്നു, വേറൊരു ദിക്കിൽ ആവശ്യമുള്ളവ എത്തിച്ചു കൊടുക്കുന്നു. ധനം കുറവുള്ള ആൾക്ക് അത് വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് കച്ചവടം. ഒരു വ്യാപാരിയായാലോ അയാൾക്ക് സ്വാതന്ത്ര്യമില്ല, വിശ്രമമില്ല. ഈ വിധം സമൂഹത്തിന്റെ നാനാ മേഖലകളെ സ്പർശിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ അത്യുത്തമമായിരിക്കണമല്ലോ. ഗൃഹനിർമ്മാണം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചാണക്യൻ ഇവിടെ കുടുംബ രൂപീകരണം എന്ന അർത്ഥത്തിലാണ്. ഗൃഹം എന്നത് ഒരു കെട്ടിടം മാത്രമല്ല, ഭാര്യയും ഭർത്താവും കുട്ടികളും അടങ്ങുന്നതാണ്. ഭർത്താവ് പുറത്തു പോവുകയോ വരികയോ ചെയ്യാം. അയാൾ ഒരു വ്യാപാരിക്ക് സമാനനാണ്. കുട്ടികൾ അയൽപ്പക്കങ്ങളിൽ ഓടിക്കളിക്കാം. പക്ഷേ ഭാര്യ സ്ഥിരമായി കുടുംബത്തിനകത്ത് കുടികൊള്ളുന്നു. ഭാര്യയില്ലാത്ത കുടുംബം കുടുംബമല്ല. ഗുരു ചാണക്യന്റെ നിഗമനങ്ങളെ നമുക്ക് ഈ വർത്തമാന കാലഘട്ടത്തിൽ കൈകൊട്ടിക്കൊണ്ട് സ്വീകരിക്കാം എന്നാണ് ഈ അധ്യായത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കണ്ടുമുട്ടാം.